നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന വേദനിക്കുന്ന നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് കനാൽ പാലം 8-ാം വാർഡിൽ കൊളുത്തായിക്കോട്ടിൽ കുര്യാക്കോസിൻ്റെ ഭാര്യ ലീന കുര്യാക്കോസിനെ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇവർ ഇന്ന് ഒരു ക്യാൻസർ രോഗിയാണ്. വൻകുടലിലാണ് ക്യാൻസർ. ഇവർക്ക് 54 വയസ്സുണ്ട്. 15 വർഷത്തിലധികമായി ഇവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ എറണാകുളത്ത് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞാൻ ചാലക്കുടിക്കടുത്ത് കാടുകുറ്റി പഞ്ചായത്തിലെ കനാൽപ്പാലം 8-ാം വാർഡ് മെമ്പറായ KN രാജേഷ്. എൻ്റെ വാർഡിൽ താമസിക്കുന്ന, വാടകയ്ക്ക് 15 വർഷത്തിന് അധികമായി താമസിക്കുന്ന കൊളുത്തായിക്കോട്ട് വീട്ടിൽ കുര്യാക്കോസ് എനിക്ക് നേരിട്ടറിയാവുന്ന കുടുംബമാണ്. കുറച്ച് നാളുകളായിട്ട് അസുഖങ്ങളും സാമ്പത്തിക പരാധീനതകളും അലട്ടുന്നതിനിടയിലാണ് അവര് അമ്മ കൊളുത്തായിക്കോട്ട് കുര്യാക്കോസിന്റെ ഭാര്യ ലീന കുര്യാക്കോസ് വൻകുടലിൽ ക്യാൻസറിനെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലാണ്. അടിയന്തരമായി ശസ്ത്രക്രിയ ആവശ്യമുള്ള ആ കുടുംബം വളരെയധികം സാമ്പത്തികമായി സഹായങ്ങൾ തേടുകയാണ്. നിത്യ ചെലവിനായി ഓട്ടോ ഓടിക്കുന്ന കുര്യാക്കോസിന്റെ വരുമാനം മാത്രമാണ് ആശുപത്രി ചെലവിനും മറ്റുമായി ഉള്ളത്. ഈ സാഹചര്യത്തിൽ ആ കുടുംബത്തെ സഹായിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അതിന് പ്രത്യേകിച്ച് ഗുഡ്നസ് TV പ്രേക്ഷകരും അഭ്യുദയകാംക്ഷികളുമായിട്ടുള്ള ആളുകളോട് ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ പിന്തുണയും ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിലും ദീർഘനാളായി അവരെ അടുത്തറിയുന്ന ആൾ എന്ന നിലയിലും അഭ്യർത്ഥിക്കുകയാണ്. അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തണം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. നിർധനരായ ഇവർ അതിനു വേണ്ടുന്ന 3 ലക്ഷം രൂപ കണ്ടെത്താനാവാതെ വിഷമിക്കുകയാണ്. എൻ്റെ പേര് ജാൻസി. ഇവരുടെ അയൽവക്കക്കാരിയാണ്. ഞാൻ ഇവരുടെ അവസ്ഥയിൽ എന്നുവെച്ചാൽ 2-3 പേരും വീട്ടിൽ 4 മക്കളാണെങ്കിലും 3 പേരും വയ്യാത്തൊരവസ്ഥയിലാണ്. ഒരാൾക്ക് ക്യാൻസർ, ഒരാൾ കിഡ്നി പേഷ്യൻ്റ്, ഒരു മോനാന്നുണ്ടെങ്കിൽ ലിഗമെന്റിന് അങ്ങനെ കംപ്ലൈൻറ്റ്, ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അയാളുടെ ജീവിതം മുന്നോട്ട് പോണത്. ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ ഒക്കെ തളർന്ന് അവിടെ ഇരിക്കണതാണ്. അപ്പോൾ അത്യാവശ്യത്തിൽ വെള്ളമൊക്കെ ചൂടാക്കി കൊടുത്തിട്ട് അന്വേഷിച്ച് പോവും. പിന്നെ അത്ര വാടകപ്പെരയാണ് ഇപ്പോഴും. 10-15 വർഷമായി ഇവർ ഇവിടെ നാട്ടിൽ വന്നിട്ട് തന്നെ. അന്ന് തുടങ്ങി ഇന്ന് വരെ എൻ്റെ അറിവിൽ ഇവർ വാടകപ്പെരയിൽ തന്നെ താമസിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു സ്ഥലവും ഇല്ല, വീടില്ല. 3 പേരും ഒരേ അവസ്ഥയിൽ ഉപജീവനത്തിന് പോലും അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ അവരൊന്ന് നീങ്ങിക്കണ. മരുന്നിന് കാശില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഗുഡ്നസ് TVയുടെ പ്രേക്ഷകരോട് പറയണത്, ഞങ്ങൾ എല്ലാവരുടെയും സഹായത്താൽ അവരുടെ ജീവിതം ഒന്ന് മുന്നോട്ട് പോകാനായിട്ട് കരുപിടിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഒരു സഹായം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ പറയണം. ഇവരുടെ ഭർത്താവ് കുര്യാക്കോസ് ഡ്രൈവറായി ജോലി നോക്കി വരികയായിരുന്നു. അദ്ദേഹത്തിന് ഹൃദ്രോഗം വന്നതിനെ തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് പലവിധത്തിലുള്ള ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും വിശദമായ പരിശോധനയിൽ വൃക്കരോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ
ക്രിയാറ്റിൻ ലെവൽ വളരെ കൂടുതലായതുകൊണ്ട് ഡയാലിസിസ് താമസിയാതെ തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞ് ഡോക്ടർമാർ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിവരികയാണ്. ഈ സമയത്താണ് ഭാര്യ ലീനയ്ക്ക് ശക്തമായ വയറുവേദന ഉണ്ടായതിനെ തുടർന്ന് പരിശോധിക്കുകയും ക്യാൻസർ ആണെന്ന ഞെട്ടിക്കുന്ന സത്യം ഇവർ അറിയുകയും ചെയ്തത്. എൻ്റെ പേര് കുര്യാക്കോസ്. ഞാൻ ഡ്രൈവറായിരുന്നു. ഡ്രൈവർ ജോലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അസ്വസ്ഥതകൾ വന്നു. പിന്നെ അതിനെപ്പറ്റി ടെസ്റ്റുകളെല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 2017 ഹാർട്ടിൻ്റെ ബ്ലോക്കായി. അവിടെ നിന്ന് എനിക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ മരുന്നുകളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ എനിക്ക് കിഡ്നിയുടെ അസുഖം വന്നു. കിഡ്നിയുടെ അസുഖത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ എൻ്റെ ക്രിയാറ്റിൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അവസാനം ഇപ്പോൾ കൂടി നിൽക്കുന്നത് ക്രിയാറ്റിൻ വളരെ 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 കൂടുതലായിട്ടാണ്. അപ്പോൾ അതിന് ഡയാലിസിസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് പിസ്റ്റൂല എന്നൊരു സാധനം കയ്യിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അങ്ങനത്തെയുള്ള ബുദ്ധിമുട്ട് അങ്ങനെ എൻ്റെ രോഗം ഇങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഭാര്യയ്ക്ക്, അതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നു. വയറ്റുവേദനയായി. ഞങ്ങൾ പല ആശുപത്രികളിലും കൊണ്ട് നടന്നു. അവസാനം ഒന്നും മനസ്സിലായില്ല. അവസാനം ധന്യ ആശുപത്രിയിൽ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അവർക്കൊരു സംശയം തോന്നുന്നു, അത് എടുക്കാൻ പറഞ്ഞു. അതെടുത്തു കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്യാൻസറാന്ന് തെളിഞ്ഞു. വൻകുടലിലെ ക്യാൻസറായിട്ട് തെളിഞ്ഞു. അതീവ ഗുരുതരമായിട്ടാണ്. സ്റ്റേജൊക്കെ പലതും കഴിഞ്ഞു പോയി. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ തൃശ്ശൂരൊക്കെ ചെന്നു. അവിടെ നിന്നൊന്നും രക്ഷയില്ല. വേഗം ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് എൻ്റെ മോളുടെ ഒരു കൂട്ടുകാരത്തിയുടെ പ്രേരണ പ്രകാരം ഞങ്ങൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചെന്ന് അവിടെ ഡോക്ടറെ കണ്ട് ഡോക്ടറായിട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു കൂടുതലാണ്, എന്നാലും നമുക്ക് ചികിത്സ ചെയ്യാം. അങ്ങനെ 29 കീമോയും റേഡിയേഷനും കീമോ ഒക്കെ നടന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ ഓപ്പറേഷന് എഴുതി തന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ നല്ലൊരു സംഖ്യ വേണം. ഞങ്ങൾക്ക് ഒരു കഴിവില്ലാതെ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. മകനാണെങ്കിൽ ഒരു ഓപ്പറേഷൻ്റെ കാലിൻ്റെ ഒരു ഓപ്പറേഷൻ 1 കൊല്ലം മുമ്പ് പറഞ്ഞിരിക്കുന്നതാണ്. ഡോക്ടർ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. മകന് കാല് സുഖമില്ല. ഞങ്ങളുടെ വീട്ടിലെ ഏക ആശ്രയം എൻ്റെ ഇളയ മകനാണ്. ആ ഇളയ മകനിൽ തുച്ഛമായ തുക കിട്ടുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിയുന്നതും ഞങ്ങളുടെ മരുന്നും അതുപോലെ വാടകയൊക്കെ കൊടുക്കുന്നത്. വാടക കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റാതെ വരികയാണ്. അപ്പോൾ ഭാര്യയ്ക്ക് ഈ ഓപ്പറേഷൻ വേണമില്ലെങ്കിൽ ആ ഗുരുതരാവസ്ഥയിലാണ്. ആ ഓപ്പറേഷന് വേണ്ടി നല്ലവരായ നിങ്ങൾ ഞങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് താഴ്മയായി ദൈവനാമത്തിൽ ഞങ്ങൾ പറയുന്നു. ഇവർക്ക് 2 പെൺമക്കളും 2 ആൺമക്കളുമാണ്. പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞു. ആൺമക്കളിൽ മൂത്തയാൾ വെൽഡിംഗ് പണിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. കാലിൻ്റെ ലിഗ്മെൻറ്റിന് പ്രശ്നം വന്നതുകൊണ്ട് അധികം ഭാരമുള്ള പണികൾ ചെയ്യാൻ പറ്റാതെ വന്നു. കാലിൻ്റെ ഓപ്പറേഷൻ നടത്തുവാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിയുകയാണ്. ഇളയ മകൻ ഇൻസ്ട്രുമെൻറ്റേഷൻ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ജോലി അന്വേഷണത്തിൻ്റെ സമയത്ത് വീട്ടിൽ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം വന്നതുകൊണ്ട് അയാളും തൽക്കാലം വെൽഡിംഗ് പണിക്ക് പോകുവാൻ തുടങ്ങി. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു പരിഹാരം കണ്ടെത്തുവാൻ ഇവർ വിഷമിക്കുകയാണ്. എൻ്റെ പേര് ലീന. ഞാനൊരു ക്യാൻസർ രോഗിയാണ്. ഞാൻ വീട്ടുപണിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. ഈ പ്രസവത്തിൻ്റെ പണിക്കൊക്കെ പോകുമായിരുന്നു. കുറച്ച് നാളുകളായിട്ട് ബ്ലഡ് കുറഞ്ഞു പോകണം. ഓർമ്മ പോകും, വീഴും, പിള്ളേർ ഇവിടുത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് 2016 ഈ സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മരുന്ന് കഴിക്കണതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഇവർ ആദ്യം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ചാലക്കുടി ധന്യ ഹോസ്പിറ്റലിൽ. അവിടുത്തെ ഡോക്ടർ ജിയോ ആണ് എന്നെ നോക്കണേ. അപ്പോൾ ജിയോ സാറ് 2-3 പ്രാവശ്യം ഇങ്ങനെ ബ്ലഡ് കുറയും കൊണ്ടുപോകും. 4 കുപ്പി 3 കുപ്പി ബ്ലഡ് കയറ്റും. തിരിച്ചു വരും. 1.5 മാസം കഴിയുമ്പോൾ വീണ്ടും ബ്ലഡ് കുറയും. അപ്പോൾ അവർക്ക് ഡൗട്ട് തോന്നിയിട്ട് അവർ അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അതിൽ ചെറിയൊരു ഡൗട്ട് തോന്നിയിട്ട് കൊളോണോസ്കോപ്പി ചെയ്യണം, ക്യാൻസറിൻ്റെ ഇത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു കുടലിൽ. അത് പിന്നെ പൈസ ഇല്ലാതെ പറഞ്ഞിട്ട് 2.5 മാസം കഴിഞ്ഞാണ് ഞങ്ങൾ കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. അപ്പോഴേക്കും ബയോപ്സി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ക്യാൻസറാണ്, അത് വളരെ കൂടിപ്പോയി, മറ്റെവിടെയെങ്കിലും പോയി ആദ്യം ഇത് ചെയ്യാൻ പറഞ്ഞു, MRI ചെയ്യാൻ പറഞ്ഞു. MRIക്കും പൈസ ഇല്ലാതെ കുറേ നാളെൻ്റെ മക്കൾ ഓടി നടന്നു. പിന്നെ MRIക്ക് കാശ് ഒപ്പിച്ച് MRI ചെയ്ത് കഴിഞ്ഞപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയി. അവിടെ ചെന്ന് ഡോക്ടർ ഷിൻഡോ രാജപ്പനാണ് ഞങ്ങളെ നോക്കണേ. ആൾ പറഞ്ഞിങ്ങനെ അവിടെ അന്വേഷിച്ചപ്പോൾ 3 മാസത്തേക്ക്
ഇതാണെന്ന് പറഞ്ഞു, ബുക്കിംഗ് ആണ്, കിട്ടൂല എന്ന് പറഞ്ഞു. സാറ് എമർജൻസി എഴുതി തന്നു. അവിടെ ചെന്ന് അത് ചെയ്തു. അതിന് പൈസ കൊടുക്കണം 3600. അങ്ങനെ അത് കൊടുത്ത് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്പ്രെഡായിട്ടില്ല. പക്ഷെ ഉള്ളത് വളരെ വളർന്നു പോയി. ഈ കുടലിൽ നിന്ന് മലദ്വാരത്തിൻ്റെ അടുത്തേക്ക് വളർന്നൊക്കെയാണ്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, കീമോ റേഡിയേഷൻ ചെയ്ത് നോക്കാമെന്ന് മാത്രം പറഞ്ഞു. സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്. പിള്ളേർ പിന്നെ അങ്ങനെ ഞാൻ ചികിത്സിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല. അവർ കടവും വിലയൊക്കെ മേടിച്ച് കീമോ ചെയ്തു. കീമോയ്ക്കൊന്നും ഞങ്ങൾക്ക് വേറെ കാശ് കയ്യിലുണ്ടായില്ല. അപ്പോൾ കാരുണ്യക്ക് അപേക്ഷ കൊടുത്തു, കിട്ടിയില്ല. 3 കീമോ എടുത്തതും പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടാണ്. അതൊക്കെ മക്കൾ കടം വാങ്ങിച്ചിട്ടാണ്. പിന്നെ 29 റേഡിയേഷനോടുകൂടി ഞാൻ മരിച്ചു പോകുമെന്ന് വിചാരിച്ചു. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. വളരെ ദയനീയമായിരുന്ന അവസ്ഥ. നീരൊക്കെ വന്നു, ഓർമ്മ പോയി, സോഡിയമൊക്കെ കുറഞ്ഞു പോയി. പിന്നെ 12 ദിവസം വെച്ച് 2 പ്രാവശ്യം കിടന്നു. 14ാമത്തെ റേഡിയേഷൻ എടുത്തപ്പോഴേക്കും ഞാൻ തളർന്ന് വീണു. പിന്നെ പിള്ളേരെ അവിടെ കൊണ്ടൊക്കെ കിടത്തി. അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഭയങ്കര ഛർദ്ദിലും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. നടക്കാനൊന്നും പറ്റില്ല, വസ്ത്രം ഇടാൻ പറ്റില്ല. ഈ റേഡിയേഷൻ ചെയ്തപ്പോൾ പൊള്ളിയിട്ട് തൊലിയൊക്കെ പോയി. ചുരിദാറിൻ്റെ ടോപ്പ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഇട്ടൊക്കെ കൊണ്ടുപോയി എറണാകുളത്ത് കൂടെ ചികിത്സിച്ച് അത് കഴിഞ്ഞ 4 മാസത്തിന് മുമ്പ് ഡോക്ടർ ലാസ്റ്റ് കണ്ടത് ഏപ്രിൽ 29-ാം തീയതി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി MRI ചെയ്തപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷന് പരിവാക്കിയിട്ടുണ്ട്, ഇനിയും കൂടുതൽ താമസിക്കാതെ 2 ആഴ്ചക്കുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണം, അമ്മയ്ക്ക് അധികം നാൾ വൈകിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ ഓപ്പറേഷൻ ചെയ്യും, പക്ഷേ ഒരു സർജനേ ഉള്ളൂ, നമുക്ക് ഒരുപാട് ദിവസം പിടിക്കും, 3-4 മാസത്തേക്ക് വരും, അതുകൊണ്ട് അവിടെ ചെയ്യാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് പുറത്ത് എവിടെയെങ്കിലും ചെയ്യാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് തന്നു. പിള്ളേരെന്നെ കൊണ്ട് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ 5-6-7 മാസത്തേക്ക് നടക്കില്ല. പിന്നെ അവിടെ നടക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ യൂറിൻ സ്റ്റെൻ്റ് എന്ന് പറഞ്ഞ സാധനം ചെയ്തിടണോ, അത് അവിടെ ചെയ്യാൻ പറ്റില്ല, ഓപ്പറേഷന് മുമ്പ് അത് വേറെ കോട്ടയത്ത് പോകണമെന്ന് പറഞ്ഞു. അവിടെയും അത് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ പുറത്ത് അന്വേഷിച്ചപ്പോൾ 36,000 രൂപ അത് വേറെ വേണം. ചെയ്തില്ല. തിരിച്ച് ഇങ്ങനെ മക്കൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കടവന്ത്ര ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പൈസ കുറവായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ പൈസ കൊടുക്കണം, 3 ലക്ഷമാണ് ഇപ്പോൾ അവർ പറയണം. അതിന് സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പോന്നേക്കാണ്. അന്ന് 2 ആഴ്ച പറഞ്ഞിട്ട് ഇപ്പോൾ 4 മാസം കഴിഞ്ഞു. ബുദ്ധിമുട്ട്, ക്ഷീണമുണ്ട്, വേദന. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ റേഡിയേഷനൊക്കെ ചെയ്ത ആ അവസ്ഥയിൽ നിന്നൊക്കെ ഒന്ന് ഇതായിട്ട് നിൽക്കണം. അപ്പോൾ ഇനി കൂടിക്കൊണ്ടിരുന്ന ഇനിയും വൈകുന്നതനുസരിച്ച് ഇത് കൂടുമെന്നാണ് പറയണത്. അത് കാരണം പിള്ളേരൊക്കെ പേടിച്ച് പോലെ അവരെ കൊണ്ട് പറ്റണില്ല. ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവർ. അവരുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് രോഗം വന്നതിലല്ല സങ്കടം, എൻ്റെ മക്കളുടെ ഓട്ടം കാണുമ്പോൾ വിഷമം. വിറ്റ്നസ്സുകളുടെ പ്രേക്ഷകരായി നിങ്ങൾ ആകുമഴിഞ്ഞ് എന്തെങ്കിലും ഈശോ ഓർത്ത് ഞങ്ങൾ സഹായിച്ചാൽ എനിക്ക് ജീവൻ രക്ഷിക്കാം. ഓപ്പറേഷന് വേണ്ടുന്ന 3 ലക്ഷം കണ്ടെത്താൻ വഴി കാണാതെ ഇവർ അവസാനം ഗുഡ്നസ് ടിവിയെ സമീപിക്കുകയായിരുന്നു. ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ ഒട്ടും വച്ചു താമസിപ്പിക്കുവാൻ പാടില്ലാത്ത ഒന്നാണ്. വൈകിപ്പോയാൽ ചികിത്സയുടെ ഫലം ലഭിക്കാതെ പോകുന്ന ഒരു രോഗമാണല്ലോ അത്. അതുകൊണ്ട് തന്നെ ഇവർ ആകെ പരിഭ്രാന്തിയിലാണ്. ആകെയുള്ള ഇവരുടെ പ്രതീക്ഷ സുമനസ്സുകളായ മനുഷ്യരിലാണ്, ഒപ്പം കരുണാമയനായ ദൈവത്തിലും. എൻ്റെ പേര് ശ്രീജില. ഇതെൻ്റെ അമ്മയാണ്. ഞാൻ അമ്മയുടെ 3ാമത്തെ മോളാണ്. ഇതെൻ്റെ ചേച്ചിയാണ്, പേര് സനില. ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ്. അപ്പച്ചന് കുറച്ച് വർഷങ്ങളായിട്ട് നിത്യമായിട്ട് ഹോസ്പിറ്റൽ കേസുകളും കാര്യങ്ങളാണ്. അപ്പച്ചൻ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആളാണ്. അതിനുശേഷം ഇന്ന് ജോലിക്കൊന്നും മര്യാദയ്ക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റണില്ല. അപ്പച്ചൻ ഡ്രൈവറായിരുന്നു. ഞങ്ങൾ 2 പെൺമക്കൾ, 2 പേരും കല്യാണം, കുഞ്ഞുങ്ങളുടെ പ്രസവം, മാമൂസ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടും, വർഷങ്ങളായിട്ട് വാടകയ്ക്കാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് വാടക പോലും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോണേ. അമ്മയുടെ ചികിത്സയ്ക്കായിട്ട് ഒരുപാട് കാശ്, ഇത്രയും കാശ് നാളുകൾക്ക് ഞങ്ങൾ ആവശ്യമായിട്ട് വന്നതൊക്കെ കടം വാങ്ങിച്ചും പലരിൽ നിന്ന് സഹായം സ്വീകരിച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ പറഞ്ഞതിന് ശേഷം പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ അപേക്ഷ വയ്ക്കുകയും സഹായത്തിന് വേണ്ടി ഓടി നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഗവൺമെൻറ് ആശുപത്രികളിൽ കയറി ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ കോർപ്പറേറ്റീവിൽ പോയത്. എല്ലാവർക്കും ഒരേ മറുപടി ആയിരിക്കും, 6 മാസം, 8 മാസം, 10 മാസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ തൃശ്ശൂരൊക്കെ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് റേഡിയേഷൻ ചെയ്ത് നോക്കാം, എന്നിട്ട് അത് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആയ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കിട്ടില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയായിരുന്നു.
അമ്മ ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആൾക്കാരും പറഞ്ഞു ഞങ്ങളോട് ചെയ്യണ്ട, അമ്മനെ ബുദ്ധിമുട്ടിക്കേണ്ടതാണ്, കിട്ടില്ലെങ്കിൽ പിന്നെ വെറുതെ എന്തിനാ നിങ്ങൾ കാശ് ചിലവാക്കി കടം വാങ്ങിച്ചുകൊണ്ട് കാര്യമില്ല എന്നൊക്കെ. പക്ഷേ ഞങ്ങളെല്ലാവരും പറഞ്ഞതും ഒന്നും ചെയ്യാതെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വരെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പക്ഷെ ഇപ്പം ഞങ്ങളെ കൊണ്ട് ഒന്നും പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകണത്. ഞങ്ങൾക്ക് സർജറിക്ക് വേണ്ടിയിട്ട് കാശ് കണ്ടെത്താൻ ഞങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യാണ്ട ഒരു അവസ്ഥയിലേക്ക് വീണ്ടും പഴയ അവസ്ഥയിൽ മോശമാവും അമ്മയുടെ എന്ന് പറഞ്ഞിട്ടും അതുകൊണ്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി പലവരുടെയും കടുത്ത് അപേക്ഷ വയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് അത്രയും ഒരു എമൗണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മേനെ തിരിച്ചു വേണം. ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിലും കയറി ഇറങ്ങിയിരുന്നു അമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് കാശിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പല സ്ഥലത്തും കയറി ഇറങ്ങിയിട്ടും അവർ പറയുന്ന ഒരു എമൗണ്ട് ഞങ്ങളുടെ കയ്യിലില്ല. പിന്നെ അത് മാത്രമല്ല അവർ പറയുന്ന സമയം ഒരുപാട് വൈകിയാണ്. അപ്പോൾ നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാനുള്ളൊരു സാഹചര്യവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവർ 8-9 മാസമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്താലേ ആവുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങളോടൊരു കൂട്ടുകാരി പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ കോർപ്പറേറ്റീവിൽ ഹോസ്പിറ്റലിൽ പോയത്. അവിടെ ചെന്ന് അവിടെ ഡോക്ടറെ കണ്ട് ഞങ്ങളുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സാർ അവിടുത്തെ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങളോട് ഇപ്പോൾ കുറഞ്ഞ ഒരു ചിലവിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷെ അതും അവരൊരു 3 ലക്ഷം രൂപയാണ് നമ്മളോട് പറഞ്ഞത്. പുറത്തൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ 7 ലക്ഷം രൂപ അടുത്തൊക്കെ വരുന്ന സർജറിയാണ്. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ഇവർ 3 ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷെ അത്രയും ഒരു വലിയ എമൗണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഞങ്ങൾ പല വിധത്തിൽ പലരോടും അപേക്ഷ വെച്ചു, അങ്ങനെയൊക്കെ ക്ഷമിച്ചിട്ടും ഒരുപാട് കടവും ബാധ്യതയൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് ഇത്രയും ചികിത്സയിൽ എത്തിച്ചത്. ഇപ്പോൾ അപ്പച്ചനും കൂടി വയ്യാതായതുകൊണ്ട് ആദ്യം എല്ലാ മാസവും അപ്പനും ആശുപത്രിയിലും അങ്ങനെ ഇപ്പോൾ അപ്പനും ഫിസ്റ്റുലേക്ക് ഇട്ടേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കടം വാങ്ങിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ കൊണ്ട് സർജറി ചെയ്യാനായിട്ട് യാതൊരു നിവൃത്തിയില്ല. ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ ഞങ്ങൾക്ക് കഴിയുന്ന സഹായം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള ആളുകളെ നിറകൈകളോടെ നിറമനസ്സോടെ സഹായിച്ചിട്ടുള്ള നമ്മളുടെ നല്ലവരായ പ്രേക്ഷകരെ ഇവർ പ്രാർത്ഥനാപൂർവം സമീപിക്കുകയാണ്. എൻ്റെ പേര് സനോജ്, ഇതെൻ്റെ അമ്മ. ഞങ്ങൾ ഇച്ചിരി സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ നിൽക്കണേ. അതിൻ്റെ ഇടയിലാണ് അമ്മയുടെ ഈ അസുഖം കൂടി വന്നേക്കണേ. അപ്പം ഞാൻ ഒരാൾ വർക്കിന് പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ കാലിന് ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പണികൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വർക്കിനായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അസുഖങ്ങൾ വന്നതോടുകൂടി നമ്മൾ സാമ്പത്തികമായിട്ട് അത് കാര്യങ്ങൾ മുന്നോട്ട് പോകണില്ല. നമുക്ക് ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിൽ പോകണം. പിന്നെ ഞങ്ങളാണെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. വാടക ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതും ചെറിയ ബുദ്ധിമുട്ടില്ല പോകുന്നത്. പിന്നെ അപ്പച്ചനും വയ്യാതിരിക്കുകയാണ്. അപ്പച്ചനും ഡയാലിസിസ് പറഞ്ഞിട്ടുണ്ട്. നല്ലവരായ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരെ ഞങ്ങളെ സാമ്പത്തികമായും പ്രാർത്ഥന സഹായിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്വപ്നങ്ങൾക്കും പുഷ്പങ്ങൾക്കുമൊക്കെ വർണ്ണം നഷ്ടപ്പെടുന്ന ചില ദശാസന്ധികൾ ഇവരുടെയും ജീവിതത്തിൽ വന്നു ഭവിക്കാവുന്നതാണ്. ദൈവകൃപയും സ്നേഹവും അതോടൊപ്പം തന്നെ നമ്മൾക്ക് നന്മ പ്രവൃത്തികൾ ചെയ്യാനുള്ള ചില പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ടുമാണ് ഈ ഭൂമിയിൽ സന്തോഷമായി കഴിയുവാനുള്ള ഭാഗ്യം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആ പദ്ധതികൾക്കൊപ്പം ചേരുവാൻ കഴിയുമ്പോഴാണ് വർണ്ണങ്ങൾ നഷ്ടപ്പെട്ട പല ജീവിതങ്ങൾക്കും ആ നഷ്ടവർണ്ണങ്ങൾ തിരിച്ചു കിട്ടുകയും സ്വർഗം സന്തോഷിക്കുകയും ചെയ്യുന്നത്. നമ്മിലേക്ക് ദൈവകൃപ പെയ്തിറങ്ങുന്ന ഇത്തരം നിമിഷങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. കാലചക്രം കറങ്ങുമ്പോൾ പിന്നിട്ട വഴികളിൽ നന്മയുടെ ചില കുഞ്ഞടയാളമെങ്കിലും പതിപ്പിച്ചു പോകാൻ കഴിഞ്ഞാൽ അതിനെ നമുക്ക് ധന്യനിമിഷമെന്ന് വിളിക്കാമല്ലോ. ആ നിമിഷങ്ങളിലൂടെ സഞ്ചരിക്കാൻ ദൈവം
നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ അനൂപ് എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത്. എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിബിത ആണ്. അനൂപിന് 38 വയസ്സായിരുന്നു പ്രായം. ലിവർ സിറോസിസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ രോഗം. 2 വർഷമായി രോഗം പിടിപെട്ട് അദ്ദേഹം ചികിത്സയിൽ ആണ്. അവർക്ക് 2 കുട്ടികളാണുള്ളത്. അവരൊരു സ്റ്റുഡിയോ നടത്തി കുടുംബം നടത്തിക്കൊണ്ടിരുന്നവരാണ്. 2 പേരും സ്റ്റുഡിയോയിലാണ് ജോലി ചെയ്തിരുന്നത്. ഈ രോഗം പിടിപെട്ടതിന് ശേഷം സ്റ്റുഡിയോ അടച്ചിട്ടിരിക്കുകയാണ്. മറ്റ് ജീവിത മാർഗങ്ങൾ ഒന്നും ഇല്ല. നമുക്കറിയാം, ലിവർ സിറോസിസ് ഒക്കെ ബാധിച്ചാൽ അതിൻ്റെ ചികിത്സയ്ക്ക് ഒത്തിരി പണം ആവശ്യമുണ്ട്. അങ്ങനെ പണമില്ലാത്ത അവർ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് അവരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഗുഡ്നസ് TVയിലൂടെ അവരുടെ കാര്യം പറഞ്ഞപ്പോൾ ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ഉദാരമായിട്ട് നിർലോഭമായിട്ട് സഹകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും നമുക്ക് 1 ലക്ഷം രൂപ കൈമാറുന്നതിനായിട്ട് സാധിക്കുകയാണ്. ഗുഡ്നസ് TVയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ പ്രോഗ്രാമിനോട് നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ പ്രോഗ്രാം തുടങ്ങിയ കാലം മുതൽ വർഷങ്ങളായി ഈ പ്രോഗ്രാം തുടങ്ങിയത്, ഒരിക്കൽ പോലും മുടങ്ങാതെ ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ വളരെ ഉദാരമായിട്ട് അതിനോട് സഹകരിക്കുകയും നിങ്ങൾ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആ ചികിത്സാ സഹായ നിധി ഇപ്പോൾ അനൂപിൻ്റെ ഭാര്യ ബിബിതയെ ഞാൻ ഏൽപ്പിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നിങ്ങളാണ് ഈ പ്രോഗ്രാമിൻ്റെ ശക്തി. നിങ്ങൾ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഈ തുക ഇപ്പോൾ കൈമാറാനായിട്ടും സാധിക്കുകയില്ലായിരുന്നു. നിങ്ങൾ സാധാരണക്കാരായ മനുഷ്യരാണെന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ട്. പലരും വലിയ തുകകളൊന്നുമല്ല സംഭാവന ചെയ്ത്, ചെറിയ തുകകൾ 100 രൂപയും 200 രൂപയും ഒക്കെ സംഭാവന ചെയ്ത് കിട്ടിയത് കൊണ്ടാണ് ഇത്രയും വലിയൊരു തുക നമുക്ക് കൊടുക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നിങ്ങൾ തരുമ്പോൾ എനിക്കറിയാം, ഉറപ്പുണ്ട്, ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ പല ആവശ്യങ്ങളും അത്യാവശ്യങ്ങളുമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് നിങ്ങൾ സഹായിക്കുന്നത് എന്നും നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന്, മറ്റുള്ളവരുടെ കണ്ണുനീര് ഒപ്പുന്നതിനായിട്ട് നിങ്ങൾ നടത്തുന്ന ഈ പരിശ്രമത്തിന് ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ടും ദൈവസമക്ഷം നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആരാ തന്നതെന്നോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇത് കിട്ടുന്ന ആളുകൾക്ക് അറിയത്തില്ല. നിങ്ങളെല്ലാവരും മറഞ്ഞിരുന്നു കൊണ്ട് വെളിപ്പെടുത്താതെ അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിനും ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ദൈവം സമൃദ്ധമായിട്ട് നൽകട്ടെ. ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. എല്ലാവിധ ദുശീലങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ കാത്ത് പരിപാലിക്കട്ടെ എന്ന് നിങ്ങളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. എൻ്റെ പേര് ബിബിത.
എൻ്റെ ഹസ്ബൻഡാണ് അനൂപ്. ഗുഡ്നെസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളെ സഹായിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു.